കഠിനാധ്വാനിയും ബുദ്ധിശാലിയുമായ മനുഷ്യന് കഴിവും പാണ്ഡിത്യവും ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ രംഗത്തെത്തിയിരുന്നു. കമ്പനികളിൽ നിന്നും കമ്പനികളിലേക്ക് മാറി മാറി ശതലക്ഷങ്ങൾ ശമ്പളം വാങ്ങി അയാൾ ജോലി ചെയ്തു. അയാൾക്ക് സ്വപ്നം കാണുന്നതിനപ്പുറത്ത് അയാൾ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇനി എല്ലാത്തിൽ നിന്നും വിരമിച്ച് സ്വസ്ഥമായ ഒന്ന് ജീവിതം ആസ്വദിക്കണം. അന്ന് രാത്രി ഒരു മാലാഖ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ ആയുസിൻ്റെ ദിനങ്ങളെല്ലാം തീർന്നിരിക്കുന്നു, യാത്രയ്ക്ക് തയ്യാറാവുക. അയാൾ മാലാഖയോട് കരഞ്ഞപേക്ഷിച്ചു ആയുസ് നീട്ടിത്തരാൻ. മാലാഖ അനുവദിച്ചില്ല. അയാൾ പറഞ്ഞു, എൻ്റെ ആയുസിൻ്റെ സമ്പാദ്യം മുഴുവനും തരാം, എനിക്ക് ഒരു ദിവസവും കൂടി ജീവിക്കാൻ അനുവദിക്കണം. മാലാഖ അതും സമ്മതിക്കാതായപ്പോൾ 1 മണിക്കൂറിന് വേണ്ടി അയാൾ കെഞ്ചി. അതും മാലാഖ അനുവദിച്ചില്ല. ഉടനെ അയാൾ മാലാഖയോട് പറഞ്ഞു, ഞാൻ യാത്രയ്ക്ക് തയ്യാറാവാം, ഒരു കുറിപ്പ് ഞാൻ എഴുതി വെച്ചോട്ടെ. അങ്ങനെ അയാൾ പേപ്പറും പേനയും എടുത്ത് അതിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു, പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ഓരോ സെക്കൻഡും സ്നേഹത്തോടും സന്തോഷത്തോടും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം. കാരണം ഞാൻ നേടിയെടുത്ത സകലതും നൽകാമെന്ന് പറഞ്ഞിട്ടും എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ ആയുസിൽ 1 മണിക്കൂർ കൂട്ടിച്ചേർക്കുവാൻ അനുവദിക്കപ്പെട്ടില്ല. പ്രിയരെ, ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആയുസിൻ്റെ നശ്വരതയെക്കുറിച്ചാണ്. വെട്ടിപ്പിടിച്ചുകൊണ്ടും തട്ടിപ്പറിച്ചുകൊണ്ടും നമ്മൾ നേടിയെടുക്കുന്നതൊന്നും നമ്മുടെ ആയുസിൻ്റെ 1 ദിനമോ 1 മണിക്കൂറോ കൂട്ടിച്ചേർക്കുവാൻ ഉപകരിക്കുന്നതല്ല എന്നൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ആകയാൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാം. സ്നേഹത്തോടുകൂടെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും കഴിവുന്ന നന്മകൾ ചെയ്തുകൊണ്ടും ഈ ജീവിതം നമുക്ക് ധന്യമാക്കാം. കാരണം ഇന്നാണോ നാളെയാണോ എന്നാണോ നമ്മുടെ അന്ത്യമെന്ന് നമുക്കറിയില്ലെന്നേ. ഗോഡ് ബ്ലെസ് യു.